പി ജയരാജനെയും എൻ സുകന്യയെയും പാർട്ടി തഴഞ്ഞിട്ടില്ലെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം വി ജയരാജൻ. കഴിവുള്ള എല്ലാവരെയും ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒറ്റക്കെട്ടായാണ് പാനൽ അംഗീകരിച്ചത്. ഇരുവർക്കും അതൃപ്തിയില്ലെന്നും എം വി ജയരാജൻ കണ്ണൂർ വിഷനോട് പറഞ്ഞു. ഇത്തവണ എന്തായാലും സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് പി ജയരാജൻ എത്തുമെന്നായിരുന്നു കണ്ണൂരിലെ പാർട്ടി അണികളുടെ പ്രതീക്ഷ. 72 പിന്നിട്ട പി ജയരാജന് പ്രായപരിധി മാനദണ്ഡത്തിൽ ഇത് അവസാന അവസരം എന്നതുകൊണ്ട് തന്നെ പരിഗണന ഉണ്ടാകുമെന്നും കരുതിയതാണ്. പക്ഷേ പാനൽ വന്നപ്പോൾ പി ജയരാജനില്ല. പകരം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ എത്തി. സംസ്ഥാന കമ്മിറ്റിയിൽ എൻ സുകന്യ എത്തുമെന്നും പൊതുവെ കരുതിയതാണ്. കണ്ണൂരിൽ നിന്ന് വനിതാ പ്രാതിനിധ്യം കൂടി കണക്കിലെടുത്തായിരുന്നു സുകന്യയുടെ സാധ്യത. സമ്മേളനത്തിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ഓരോ അനീതിക്കും നിങ്ങൾ കോപത്താൽ വിറക്കുന്നുവെങ്കിൽ നിങ്ങൾ തന്റെ സഖാവാണ് എന്ന ചിഗുവേരിയുടെ വാക്യങ്ങൾ പ്രൊഫൈൽ ഫോട്ടോയ്ക്ക് ഒപ്പം സുകന്യ ചേർത്തത് വ്യാപക ചർച്ചയായി. പ്രകടിപ്പിച്ചത് അതൃപ്തിയാണെന്ന് വാർത്ത വന്നു. എന്നാൽ തനിക്ക് ഒരു അതൃപ്തിയുമില്ലെന്ന് എൻ സുകന്യ തന്നെ വ്യക്തമാക്കുകയും ചെയ്തു. പി ജയരാജന്റെ മകൻ ജയൻരാജിന്റെ വാട്സാപ്പ് സ്റ്റാറ്റസ് 2019 എം സ്വരാജ് ഇട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റായിരുന്നു. വർത്തമാന ഇന്ത്യയിൽ മറിച്ചൊരു വിധി ഉണ്ടാകുമെന്ന് നിഷ്കളങ്കരെ നിങ്ങളെപ്പോഴും പ്രതീക്ഷിച്ചിരുന്നു എന്നായിരുന്നു അത്. പി ജയരാജനെ തഴഞ്ഞതിലെ അമർഷമാണ് ജെയിൻ പ്രകടിപ്പിച്ചതെന്നായിരുന്നു വിമർശനം. എന്നാൽ ഇത് സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട എം വി ജയരാജൻ തള്ളി. ഒരു അതൃപ്തിയും ഈ നേതാക്കൾക്കില്ലെന്ന് എം വി ജയരാജൻ. പി ജയരാജൻ ദീർഘകാലം പാർട്ടിയെ ജില്ലയിൽ നയിച്ചൊരു സഖാവാണ്, സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. അദ്ദേഹത്തിന് നേതൃനിരയിൽ പ്രവർത്തിക്കുന്നതിന് ഇപ്പോൾ ഉള്ള തലത്തിൽ തന്നെ കഴിയുകയും ചെയ്യും. എന്നാൽ അതിനെ മറ്റൊരു കണ്ണിലൂടെ കാണുന്നത് ശരിയായ രീതിയല്ല. എന്നേക്കാൾ മികച്ച കഴിവുള്ള പലരും ചിലപ്പോൾ സെക്രട്ടേറിയറ്റിൽ വന്നിട്ടുണ്ടാവില്ല. അത് അവരെ ഒഴിവാക്കുന്നതല്ല, അവരെ മാറ്റി നിർത്തുന്നതല്ല, മറിച്ച് ഒരു നിശ്ചിത എണ്ണം മാത്രമാണ് സെക്രട്ടേറിയറ്റ് അംഗങ്ങളായി തിരഞ്ഞെടുക്കപ്പെടാൻ കഴിയുന്നത് എന്നതുകൊണ്ട് അത്രയും ആളുകളെ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് നമ്മളതിൽ കാണേണ്ടത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവന പാർട്ടിയോടുള്ള അദ്ദേഹത്തിൻ്റെ അനൽപമായ കൂറും നിശ്ചയദാർഢ്യവുമാണ്. അത് അംഗീകരിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് ആ അംഗീകാരം അദ്ദേഹത്തിന് പാർട്ടി നൽകുന്നുണ്ട്, സമൂഹവും നൽകുന്നുണ്ട്. സുകന്യ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു. സമ്മേളനത്തിൻ്റെ നടപടിക്രമങ്ങളിൽ പൂർണ്ണമായിട്ടുണ്ടായിരുന്നു. ആരോഗ്യപരമായ പ്രയാസങ്ങൾ അവർക്കുണ്ട്. അതോടൊപ്പം അവർ കൃത്യമായിട്ട് തന്നെ ചർച്ചകളിലൊക്കെ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് അത് എന്തെങ്കിലും ഒരു പോസ്റ്റിൻ്റെ പേരിൽ അതൃപ്തി ഉണ്ടെന്ന് വ്യാഖ്യാനിക്കേണ്ട കാര്യമൊന്നുമില്ല. പി ജയരാജൻ വലിയ ത്യാഗം സഹിച്ച നേതാവാണെന്നും എം വി ജയരാജൻ പറഞ്ഞു. അതൊന്നും പാർട്ടി മറക്കില്ല. പി ജയരാജന് പാർട്ടിയിൽ പ്രവർത്തിക്കുന്നതിന് ഒരു തടസ്സവുമില്ല. സംസ്ഥാന കമ്മിറ്റി അംഗം എന്ന നിലയിലും അദ്ദേഹത്തിന് പ്രവർത്തിക്കാം. മാധ്യമങ്ങൾ എഴുതാപ്പുറം വായിക്കുകയാണെന്നും എം വി ജയരാജൻ കണ്ണൂർ വിഷനോട് പറഞ്ഞു. മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.